നമസ്കാരം. ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് പല പോസ്റ്റുകളായി മുൻ BJP നേതാവും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ വക്താവുമായ സന്ദീപ് വാര്യർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം KPCC വക്താവ് എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് വലിയ ഒരു മീഡിയ ശ്രദ്ധ ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകളിലാണ് കിട്ടുന്നത്. കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ട് അദ്ദേഹത്തെ കോൺഗ്രസുകാർ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് പരിശോധിക്കാം. എന്തായാലും അദ്ദേഹം BJP-യിലായിരുന്നപ്പോൾ അദ്ദേഹം BJP വക്താവ് എന്ന നിലയ്ക്ക് BJP അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രകടനങ്ങളെയും ഒക്കെ അംഗീകരിച്ചിരുന്നു. സ്ഥാനമാനങ്ങൾ തേടി കോൺഗ്രസിലേക്ക് അദ്ദേഹം പോകാനുണ്ടായ സാഹചര്യവും മറ്റും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇങ്ങനെയാണ് സന്ദീപിന്റെ പോസ്റ്റ്. ആം ആദ്മി പാർട്ടി വൈചാരികമായി കോൺഗ്രസ് വിരുദ്ധ പാർട്ടിയാണ്. അത് രൂപം കൊണ്ടതേ കോൺഗ്രസ് വിരുദ്ധ പ്രസ്ഥാനമായി RSS പിന്തുണയോടെയാണ്. അത് ശരി, RSS പിന്തുണയോടെയാണ് ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടത് എന്നാണ് സന്ദീപ് പറയുന്നത്. പ്രത്യയശാസ്ത്രപരമായി ആം ആദ്മി പാർട്ടിക്ക് BJP-യോട് വിരോധമുണ്ടാകേണ്ട കാര്യമില്ല. കോൺഗ്രസ് 2 തെരഞ്ഞെടുപ്പുകളായി ഡൽഹിയിൽ വിജയിച്ചിട്ടില്ല എന്ന് കരുതി ആം ആദ്മി പാർട്ടിയുടെ ജൂനിയർ പാർട്ണറായി കെജ്രിവാളിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് രാജ്യതലസ്ഥാനത്ത് ഒതുങ്ങിക്കൂടാൻ അല്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തി തിരിച്ചുവരാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തത്. ദേശീയതലത്തിൽ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ BJP-ക്കെതിരായി നിലകൊള്ളുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ച ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകുമ്പോഴും രാജ്യത്തെ ഓരോ ഗ്രാമങ്ങളിലും പ്രവർത്തകരും വോട്ടുമുള്ള കോൺഗ്രസ് പാർട്ടി സ്വയം ശക്തിപ്പെടുക എന്നുള്ളതും അനിവാര്യമാണ്. അതിനു വേണ്ടിയുള്ള പ്രവർത്തന പാത സുഖകരമൊന്നുമാകില്ല എന്ന് ഞങ്ങൾക്കറിയാം. കല്ലും മുള്ളും നിറഞ്ഞ ആ പാതയിലൂടെ മുന്നേറി രാജ്യത്തെ ജനാധിപത്യത്തെ കോൺഗ്രസ് വീണ്ടെടുക്കുക തന്നെ ചെയ്യും. കോൺഗ്രസ് ദേശീയതലത്തിൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് BJP-ക്കെതിരായ ദേശീയ ബദൽ നിർമ്മിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ത്യയിലെ മതനിരപേക്ഷ വിശ്വാസികൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന പരിപൂർണ ബോധ്യമുണ്ട്. എന്നിട്ട് എവിടെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? എന്നിട്ട് എവിടെ നിങ്ങളുടെ കുടുംബാധിപത്യ വീരൻ രാഹുൽ ഗാന്ധി? എവിടെ നിങ്ങളുടെ മദാമ്മജി? ഇവരൊക്കെ എന്തിയെ? ജനാധിപത്യത്തെ സംരക്ഷിക്കാനായി ജനങ്ങൾ തെരഞ്ഞെടുത്തില്ലല്ലോ നിങ്ങളെയൊന്നും. ജനങ്ങൾ ആട്ടിയൊടുക്കിയല്ലേ ചെയ്യുന്നത്. സംപൂജ്യരായി രാജ്യ തലസ്ഥാനത്ത് നിന്ന് മടങ്ങേണ്ടി വന്നു. അതിനെ ന്യായീകരിക്കുകയാണ്. ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും. കേരളത്തിൽ വരുമായിരിക്കും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ചേർന്ന് നോക്കിക്കൊള്ളും. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത് പതിറ്റാണ്ടുകൾ നീണ്ട സമര പോരാട്ടത്തിലൂടെയാണ്. BJP-യെ തോൽപ്പിക്കാൻ അത്രയൊന്നും സമയം കോൺഗ്രസിന് വേണ്ട. സന്ദീപ് വാര്യർ, KPCC വക്താവ്, ഒന്ന് BJP-യെ തോൽപ്പിച്ച് കാണിക്കൂ എന്നിട്ട് പറയും. നിങ്ങളുടെ തന്നെ ആളുകൾ BJP-ക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ട്, ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ നടത്തിക്കൊണ്ട്, രാഷ്ട്രപതിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, അവരെ പരിഹസിച്ചുകൊണ്ട്, രാജ്യത്തെ ജനങ്ങളെ മണ്ടന്മാരാക്കി ചിത്രീകരിച്ചുകൊണ്ട്, നിങ്ങളുടെ കുടുംബാധിപത്യ പാർട്ടി, അമ്മയും മക്കളും മാത്രമുള്ള പാർട്ടിയെ, ആ പാർട്ടിയുടെ മൂടും താങ്ങി നടക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെയും കേരളത്തിലെ മറ്റ് നേതാക്കളെയും ഇന്ത്യയിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളെയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ പുച്ഛത്തോടെ, വെറുപ്പോടെ ജനങ്ങൾ എന്നേ പടിക്ക് പുറത്ത് നിർത്തി കഴിഞ്ഞു. കേരളത്തിലെ കാര്യം വിട്ടേക്കും. എന്തൊക്കെ വന്നാലും നിങ്ങൾ ഇന്ത്യയിൽ ഉടൻ അധികാരത്തിൽ വരും. നിങ്ങളുടെ രാഹുൽ ഗാന്ധി എന്ന റൗൾ വിൻസി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്നൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടുകൊള്ളൂ. പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ, അങ്ങനെയുള്ള വ്യക്തിപരമായ സ്നേഹവും ഒക്കെ തന്നെ കരുതിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയിൽ ഒരു മേശപ്പുറത്ത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നൊരു ബോർഡ് എഴുതിയിട്ട്, പേന കൊണ്ടോ മറ്റോ എഴുതിയിട്ട്, അത് ഇട്ട് ഒരു കസേരയും ഇട്ട് സുഖമായി മയങ്ങാം. ഇല്ലെങ്കിൽ പട്ടായയിലേക്കുള്ള അടുത്ത പ്ലെയിനിന് അദ്ദേഹത്തിന് യാത്രയാകാം. പട്ടായയിലോ മക്കാവൂലോ മറ്റ് ബാങ്കോക്കിലോ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അതല്ലാതെ ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഭരണ സംവിധാനത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ഒന്നും സംസാരിക്കാൻ കോൺഗ്രസിന്റെ കേരളത്തിലെ KPCC വക്താവിൽ പ്രമുഖനായ സന്ദീപ് വാര്യർക്ക് എന്തായാലും കഴിയില്ല. നിങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ അതിന്റെ വില മാത്രമേ തരികയുള്ളൂ എന്ന് പ്രിയപ്പെട്ട വാര്യർജിയോട് പറഞ്ഞുകൊള്ളു. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.